കോടതി ഉത്തരവ് ഉണ്ടായിട്ടും മാസവാടക നൽകിയില്ലെങ്കിൽ വാടകക്കാരനെ പുറത്താക്കാമോ? നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് വീഡിയോയിലേക്ക് വാടക കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് കുടിയൊഴിപ്പിക്കലിൻ്റെ ഒരു കേസ്, അതായത് വാടകക്കാരനെ വാടക വീട്ടിൽ നിന്ന് എവിക്റ്റ് ചെയ്യാനുള്ള ഒരു കേസ് തുടരുന്നതിനിടയിൽ മാസവാടക നൽകണമെന്ന കോടതിയുടെ ഉത്തരവ് പാലിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ ഉറപ്പായിട്ടും വാടകക്കാരൻ കുടിയൊഴിപ്പിക്കൽ നടപടി, അതായത് എവിക്ഷൻ പ്രോസസ്സ് നേരിടണം എന്ന് തന്നെയാണ് നിയമം. അതുപോലെ തന്നെ അത്തരം കേസുകളിൽ കോടതി വിധിക്ക് അനുസരിച്ച് വാടകക്കാരൻ പ്രവർത്തിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നാണ് ആൻസർ. വളരെ റീസെൻ്റായിട്ട് നമ്മുടെ സുപ്രീം കോർട്ടിൽ മീരാദേവി വേഴ്സസ് ദിനേശ് ചന്ദ്ര ജോഷി എന്ന് പറഞ്ഞൊരു കേസിൽ ഈ കാര്യം ഡിസ്കസ് ചെയ്യുകയുണ്ടായി. എന്താണെന്ന് വെച്ചാൽ, വാടക കുടിശ്ശികയുടെ പേരിൽ ഒരു വാടകക്കാരനും ഉടമയും തമ്മിലുണ്ടായ ഒരു തർക്കത്തെ തുടർന്നാണ് നമ്മുടെ സുപ്രീം കോടതിയിൽ ഇങ്ങനൊരു കേസ് എത്തിയിട്ടുള്ളത്. ഈ കേസിൽ വന്നിട്ടുള്ള ഒരു തർക്ക വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ വാടക കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് വാടക കുടിശ്ശികയിൽ വീഴ്ച വരുത്തി ഇങ്ങനെയൊരു കേസ് കോടതിയിൽ ഫയൽ ചെയ്യുക, അതിൻ്റെ നിയമ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കോടതി ഒരു ഉത്തരവ് പാസ്സാക്കി, ഇടക്കാല ഉത്തരവ് പാസ്സാക്കി വാടക കുടിശ്ശിക അടയ്ക്കണമെന്ന്. ഈ ഉത്തരവ് കംപ്ലൈ ചെയ്യാതിരിക്കുന്ന വാടകക്കാരനെ പുറത്താക്കാമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ടായിരുന്ന ഒരു തർക്ക വിഷയം. അപ്പോൾ കോടതി കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ, കുടിയൊഴിപ്പിക്കൽ നടപടി നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ എവിക്ഷൻ പ്രോസസ്സ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാടകക്കാരൻ ഈ കുടിശ്ശികയുമായുള്ള നടപടി മാത്രമല്ല, ഭാവിയിൽ നൽകാനുള്ള കക്ഷിയുമായിട്ട് പറഞ്ഞുറപ്പിച്ചതോ അല്ലെങ്കിൽ കോടതി നിശ്ചയിച്ചതോ ആയിട്ടുള്ള ഒരു വാടക തുക കൂടി നൽകേണ്ടതാണ് എന്ന് കോടതി കണ്ടെത്തി. മാത്രമല്ല, ഈ കേസിൽ കുടിയൊഴിപ്പിക്കലിനെതിരെ ഈ കേസിനകത്ത് വാടകക്കാരൻ കൊടുത്ത അപ്പീലിൽ അതിന് വിധി വരുന്നത് വരെയുള്ള കാലയളവിൽ മാസവാടക നൽകണമെന്ന ഈ കോടതി ഒരു ഇടക്കാല ഉത്തരവ് പാസ്സാക്കിയിട്ടുണ്ടായി. അത് പാലിക്കുന്നതിൽ വാടകക്കാരൻ വീഴ്ച വരുത്തുകയുണ്ടായി. അപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ കോടതി ഉത്തരവിട്ടിട്ടും വാടക തുക നൽകാതിരിക്കുന്നത് കുടിയൊഴിപ്പിക്കാനുള്ള മതിയായ കാരണമാകുമെന്നാണ് നമ്മുടെ കോടതി കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ കുടിയൊഴിപ്പിക്കൽ കേസിൻ്റെ വസ്തുതകൾ കണക്കിലെടുക്കാതെ തന്നെ കോടതിയുടെ ഉത്തരവ് പാലിക്കാതിരുന്ന കാരണത്താൽ ഈ കേസിൽ നമ്മുടെ വാടകക്കാരനെ കുടിയൊഴിപ്പിക്കാൻ കോടതി ഉത്തരവിടുകയാണ് ഉണ്ടായത്. ഈ ലീഗൽ ഇൻഫർമേഷൻ, നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൃത്യമായി വാടക കൊടുക്കുക. നിങ്ങളുടെ ബിൽഡിങ്ങൊക്കെ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കൃത്യമായി എഗ്രിമെൻ്റൊക്കെ വെച്ച് അത് വാടക മേടിക്കുക. ഇതുപോലുള്ള ലീഗൽ ഇൻഫർമേഷന് നിങ്ങൾ ഇനിയും ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.